ലൈഫ് ഓഫ് നീക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഒരു ചെറിയൊരു പരിപാടിയാണ്, ചെറിയൊരു പരിപാടി, ചെറുത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് എബിൻ മച്ചാന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. സംഭവം ബർത്ത്ഡേ കഴിഞ്ഞ് നമ്മളിപ്പം ഈ വീക്കെൻഡിലാണ് എല്ലാവർക്കും ഓഫൊക്കെ കിട്ടുന്നത്. ഭയങ്കര ചൂട് കേട്ടോ, ഇന്ന് ഭയങ്കര ചൂടാണ്. 92 ആണ് വെളിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗാസ്ട്രോ പബ്, തേഴ്സ്റ്റി ലൈൻ ഗാസ്ട്രോ പബ്ബിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ റിസർവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ നിക്കോച്ചി വിളിച്ച് റിസർവേഷൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ജിപ്സ എബിന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് എബിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി അവിടെ വെച്ച് കാണാം എന്താകുമെന്ന്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വരും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറി ഇങ്ങനെ ഒരു കേക്ക് മേടിക്കാനായിട്ട് പോവുകയാണ്. ഇത് ഹോൾ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ രണ്ടുപേരെ ഇങ്ങനെ കണ്ണാടി കൂടെ കാണാമല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തൻ ക്യാമറ മറക്കുന്നറ. ഇതിൽ എഴുതാൻ പറ്റുമെങ്കിൽ ഇത് മേടിക്കായിരുന്നു. നല്ലൊരു കേക്കായാലും ഗൈസ്. അപ്പോൾ കേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതിട്ടെ പേര് പറഞ്ഞോട്, സ്പെല്ലിംഗ് പറഞ്ഞോട്. ഇവർക്ക് എബിൻ എന്നൊക്കെ പറഞ്ഞോടത്. അവൻ എത്ര വയസ്സായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫേസ്ബുക്കിൽ നോക്കി അറിയാൻ പറ്റുമല്ലേ ഗൈസ്. അപ്പോൾ കേക്ക് കിട്ടി. കേക്കില് നമ്മളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എബിൻ എന്ന് എഴുതാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നോക്കണം ഒരു കൂടെ. ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എബിൻ്റെ കേക്ക് നമുക്ക് കിട്ടി. കേക്കുമായിട്ട് നമ്മളിനി നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം അല്ലേ ഗൈസ്. അപ്പോൾ ജെയിൻ്റ് വീലും കാര്യങ്ങളൊക്കെ ആയി. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തി അവരെ ഈ വണ്ടിയിലുള്ളവരാണ് നമ്മുടെ ഫ്രണ്ട്സ്. അതിൽ ആദ്യമായി ഇറങ്ങിയിരിക്കുന്നത് റിൽവിൻ എബ്രഹാം. അതിൽ തൊട്ടപ്പുറത്ത് വണ്ടി ഓടിച്ചത് ജിഷ തോമസ്. ഇപ്പൊ കുറച്ച് ഡോക്ടർ ജിഷ തോമസ്. ഇത് ഡോക്ടർ ആണ് അല്ലേ? പറ. അടുത്ത നമ്മുടെ അത് കിട്ടിയിട്ടുണ്ട്. തല തട്ടിയത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങി വാ. അതെ, ഇത് സ്റ്റീവ് വർഗീസ് അല്ലേ? എന്റെ വ്ളോഗിന് ഹായ് പറ. അപ്പോ നമുക്കിനി അടുത്ത കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് അകത്ത് വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ തേഴ്സ്റ്റി ലൈനിൽ എത്തിയിരിക്കുകയാണ്. തേഴ്സ്റ്റി ലൈൻ ഗാസ്ട്രോ പബ് ആൻഡ് ബാർ അല്ലേ? ഉയ്യോ, ബെന്റ്ലി ആണല്ലേ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഓ, അതൊരു വലിയ ട്രക്കല്ലേ. നമ്മുടെ അടുത്ത 2 ഫ്രണ്ട്സ് വന്നിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ, കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ലിജിനെ ഹായ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ എത്തി. എല്ലാവരും ആയി. 2 പേരും കൂടെ വരാനുണ്ട്. പക്ഷേ ഓൾറെഡി എബിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു നമ്മൾ. എബിനിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. എബിനിപ്പോൾ വൈഫായിട്ട് ഇപ്പോൾ കയറി വരുന്നത് നമുക്ക് കാണാം. പുള്ളിക്കാരൻ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തി. ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
റിസർവേഷൻ ചെയ്തിരിക്കുന്ന ആരുടെ പേരില്? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് നമ്മുടെ എബിനും ജിപ്ഷയും. വ്ളോഗിന് ഹായ് പറ. സർപ്രൈസ് ആയി എന്ന് പറയണം. കെവിനെ ഹായ് പറയടാ വ്ളോഗില്. അത് കട്ട് ചെയ്ത് മാറ്റും ഞാൻ. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഓർഡർ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവന് മെനുവിലുള്ള എല്ലാ ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവന് ചോദിക്കണം. ഏത് ചീനച്ചട്ടിയിലിട്ടാണ് ഉണ്ടാക്കുന്നത്, ബർഗറിൽ ലെറ്റസ് ഉണ്ടോ, ചിക്കൻ ബ്രോയിലർ കോഴിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. പരീക്ഷയ്ക്ക് പോലും ഇത്രയും ടെൻഷൻ ഇല്ല. അയ്യാ ചിരിക്കണ നോക്ക്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ സാൽമൺ, അറ്റ്ലാന്റിക് സാൽമൺ ആണ്. ഇത് വളരെ ഡെലീഷ്യസ് ആണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വാഗു ബീഫാണ്, ബർഗറാണ് വിത്ത് സീസർ സാലഡ്. ആൻഡ് ഇത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്, മാക്ക് ആൻഡ് ചീസ് ആണ്. നീക്ക ഓർഡർ ചെയ്ത ഇതാണ് നമ്മുടെ വ്ളോഗേഴ്സ്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് തന്നെ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ഡിഷാണ് ഇത് ഓറഞ്ച് ചിക്കൻ. ഞാൻ ഇന്ന് ഇവിടുത്തെ മെനു എല്ലാം പഠിച്ചു കാണും, പഠിച്ചെല്ലാം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് റെൽവിനാണ്. റെൽവിന്റെ എന്ന് പറയുന്നത് സ്റ്റേക്ക് സാലഡ്. എന്നാ നിങ്ങളങ്ങ് പറയാമോ? ഞാൻ എന്താണ് ഇത് ഡിഷിന്റെ പേരെന്താണ്? നമ്മളിത് ഇതിന്റെ ആസ്പെക്ടോസ് കാണാൻ പോകുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ചോബിൻ, മീൻ വറുത്തതും ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമന്റ് പറയുന്നത്. ഇതെന്തായിരുന്നു? ഓക്കെ, മീൻ വറുത്തതാണ്. അടുത്തായിട്ട് കെവിനാണ്, നമ്മുടെ ഫില്ലിയിലെ കെവിൻ. ഇത് ചിക്കൻ സ്ലൈഡേഴ്സ് ആണ്. 3 ചിക്കൻ ഉണ്ട്. അടുത്തതായിട്ട് വന്നിട്ടില്ല, അതിന്റെ ഒരു വിഷമ മുഖത്ത് കാണാനും ഉണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ആസ്പെക്ടോസ് ഓർഡർ ചെയ്തിരിക്കുന്ന ലിജിനാണ്. ടാക്കോ ആണ്. എവിടെ ചെന്നാലും മെക്സിക്കൻ ആണ്. ലാസ്റ്റ് ഒരു മെക്സിക്കത്തെ കിട്ടുമോ എന്നൊരു ഡൗട്ടും ഉണ്ട്, അറിയത്തില്ല. പക്ഷെ അപ്പനും അമ്മയും സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, മലയാളി. പുള്ളി ബാച്ചിലറാണ്. ഇതുവരെ അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു. പിന്നെ അടുത്തത് നമ്മള് ഇവൻ പഠിക്കുന്നേ ഉള്ളൂ, ഇവൻ പെണ്ണിപ്പം നോക്കുന്നില്ല. ഇന്നത്തെ ഹൈലൈറ്റ് ഏറ്റവും നല്ലതായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ആള് ജിഷ സ്റ്റീവാണ്. അവരുടെ ഡിഷിന്റെ പേരെന്താന്ന് പറയൂ? ഓക്കെ, കൊറിയൻ ആണ്, കൊറിയൻ ഐറ്റം ആണ്. പിന്നെ നിങ്ങളുടെ ഡിഷ് സ്പൈസി ഫ്രൈഡ് ചിക്കൻ സാലഡ്. ഓക്കെ, സ്പൈസി, അത് തന്നെ. അത് ഇപ്പോൾ എല്ലാവരും കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാനും കഴിക്കാൻ. അതെ, നമ്മുടെ അറ്റാക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കണ്ടിട്ട് അടിപൊളി ഒരു ഡിഷാണ്. ജോലി പോകുന്നത്
അങ്ങനെ നമ്മുടെ കേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് കേക്ക്, നിങ്ങൾക്ക് എന്താണ് കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ കാണട്ടെ ഗൈസ്. ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. അപ്പോ അങ്ങനെ മച്ചാന്റെ ബർത്ത്ഡേ ആണ്. എന്താ പറയാ, ഈ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര ഗ്രാൻഡ് ആയി പോയി. അതെ, ഇത്രയും സർപ്രൈസ് തന്ന എന്റെ എല്ലാ ഫ്രണ്ട്സിനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, കമാ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടി, ഹാപ്പി ബർത്ത്ഡേ, ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എബി. ഊത് ഊത് ഊതിയാണെങ്കിൽ അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിറങ്ങി. റെൽവിനാണ് നമുക്കിന്ന് ഡോറ് തുറന്നു തന്നത്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് എന്താ അടുത്ത പരിപാടി? എന്താ അടുത്ത പരിപാടി? ഒരു ഫോട്ടോ എടുത്താലോ? ഇത് വീഡിയോ ആണേ. എല്ലാവരും ഉണ്ടോ വീഡിയോയില്? എല്ലാവരും ഉണ്ടോ? ഓക്കെ, ഇനി ഫോട്ടോ എടുക്കാം. ഓ, സ്റ്റീവ് ഇപ്പോഴാണ്. എന്തോടെ അവിടെ? ഓ, $500. അല്ല, ഇവിടെ നല്ല. അങ്ങനെ ഗൈസ്, വീടെത്തി. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളതാ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറി. അപ്പോൾ പരിപാടി നല്ല അടിപൊളിയായിരുന്നു. നമ്മളും എൻജോയ് ചെയ്ത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് ഈ വ്ളോഗിങ് സംഭവം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് വന്ന് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരിക, അല്ലേ? ഓ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ കാണാം. ബൈ, ടേക്ക് കെയർ. വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. പീസ് ഔട്ട്.